നമസ്കാരം. ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവാദങ്ങൾക്കിടെ LDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി EP ജയരാജൻ പാലക്കാട്ട്. ഷൊർണൂരിൽ ഇറങ്ങിയ ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. പാലക്കാട്ട് വെച്ച് പ്രതികരിക്കാമെന്ന് മറുപടി. പൊന്നാനി വ്യാജ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ചാനൽ പ്രതിനിധി ഉൾപ്പെടെ മുഴുവൻ പേരെയും ചോദ്യം ചെയ്യണമെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ശോഭാ സുരേന്ദ്രൻ. EP ജയരാജന്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ കരാറിലെത്തിയിട്ടുണ്ടോ എന്ന് DC ബുക്സ് വ്യക്തമാക്കണം. തൃശൂരിലെ കനത്ത പരാജയത്തിന് ശേഷം K മുരളീധരൻ സമനില തെറ്റിയ രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ. വഖഫ് മദ്രസ വിരുദ്ധ നീക്കം ആരോപിച്ച് ഒറ്റപ്പാലത്ത് SMF SKMMA പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പാലക്കാട് ജില്ലാ പ്രതിഷേധ ധർണ. വഖഫ് ഭേദഗതി ബിൽ പാസായാൽ വാക്കാൽ വഖഫ് അംഗീകരിക്കില്ലെന്നും രേഖകളില്ലാത്ത എല്ലാ വഖഫ് സ്വത്തും ഉപയോഗം അംഗീകരിക്കാതെ സർക്കാർ ഭൂമിയാകുമെന്നും നേതാക്കൾ. ഭക്തിയുടെ നിറവിൽ അഗ്രഹാര വീഥികൾ. കാശിയിൽ പാതിയായ കൽപ്പാത്തിയിൽ ദേവരഥ പ്രയാണം തുടരുന്നു. രണ്ടാം തേരുത്സവ ദിനത്തിലും ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യം. ദേവരഥ സംഗമം നാളെ. വാർത്തകൾ വിശദമായി. വിവാദങ്ങൾക്കിടെ ഡോക്ടർ P. സരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി EP ജയരാജൻ പാലക്കാട്ട്. മാർഗമധ്യേ രാവിലെ 10 മണിക്ക് ഷൊർണൂരിൽ ട്രെയിനിറങ്ങിയ അദ്ദേഹം മാധ്യമങ്ങളോട് ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. പാലക്കാട്ട് പ്രതികരിക്കാമെന്നായിരുന്നു മറുപടി. രാവിലെ 10 മണിക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് EP ജയരാജൻ വന്ദേ ഭാരത് തീവണ്ടിയിൽ വന്നിറങ്ങിയത്. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയിരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എത്തിയതിന്റെ പ്രതികരണം തേടാൻ വന്ന മാധ്യമപ്രവർത്തകരോട് ഷൊർണൂരിൽ നിന്ന് പ്രതികരിക്കാൻ EP തയ്യാറായില്ല. പാലക്കാട്ട് വെച്ച് പ്രതികരിക്കാമെന്നായിരുന്നു മറുപടി. EP ജയരാജൻ എഴുതിയ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൽ ഡോക്ടർ P. സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയുള്ള പരാമർശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. DC ബുക്സ് പുസ്തകം പ്രസിദ്ധീകരിക്കാനിരിക്കെയാണ് പുസ്തകം വിവാദമായത്. എന്നാൽ തന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു പരാമർശമില്ലെന്നായിരുന്നു EP കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിധിയെഴുതി ചേലക്കര. മുൻവർഷത്തെ അപേക്ഷിച്ച് പോളിംഗിൽ വൻ ഇടിവ്. ഇത്തവണ രേഖപ്പെടുത്തിയത് 72.77% പോളിംഗ്. നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമിൽ എത്തിച്ചു. വോട്ടെണ്ണൽ ദിനം വരെ സ്കൂളിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ IPS അറിയിച്ചു. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമിൽ പോളിംഗ് സാമഗ്രികൾ തിരിച്ചെത്തിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ IAS എന്നിവർ സ്കൂൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിയോജകമണ്ഡലത്തിലെ 180 ബൂത്തുകളിൽ നിന്നായി ഇലക്ഷൻ വോട്ടിംഗ് യന്ത്രങ്ങൾ ബുധനാഴ്ച വൈകിയാണ് സ്കൂളിലെത്തിയത്. ഇവ സ്ട്രോങ് റൂമിൽ എത്തിച്ച് സീൽ ചെയ്ത ശേഷമാണ് കളക്ടറും സംഘവും മടങ്ങിയത്. 23-ാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുക. യാതൊരു തടസ്സങ്ങളുമില്ലാതെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇലക്ഷൻ നടക്കാൻ സഹകരിച്ച എല്ലാ ജനങ്ങൾക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും കളക്ടർ നന്ദി അറിയിച്ചു. ഇലക്ഷൻ ഇന്നത്തെ പോളിംഗ് ദിവസം വളരെ സമാധാനപരമായിട്ടും പരാതിരഹിതമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. എല്ലാ പോളിംഗ് സ്റ്റേഷനിലും 150 പോളിംഗ് സ്റ്റേഷനിലും സക്സസ്ഫുള്ളായിട്ട് പോളിംഗ് കംപ്ലീറ്റ് ചെയ്തു. 7:45 ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ പോളിംഗ് ബൂത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആയി. നിലവിലിപ്പം 72% മേലിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ട്. ഇനി നമുക്ക് പോസ്റ്റൽ വോട്ടിൻ്റെയും മറ്റ് 12-ൻ്റെയും ആഡ് ചെയ്യാനും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനായിട്ട് പ്രയത്നിച്ച എല്ലാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും, പ്രത്യേകിച്ച് റിട്ടേണിംഗ് ഓഫീസർ, ഇലക്ഷൻ്റെ ടീം, താലൂക്കിലെ ഉദ്യോഗസ്ഥർ, പോളിംഗ് പാർട്ടീസ്, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, മറ്റെല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ സ്ട്രോങ് റൂമിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ IPSും സംഘവും പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഓരോ ഇടവേളകളിലും കൃത്യമായ വോട്ടിംഗ് നില അറിയിച്ച എൻകോർപോൾ മാനേജർ വിഭാഗത്തെ പ്രത്യേകം അഭിനന്ദിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഇലക്ഷന്റെ മോക്ക് പോൾ മുതൽ പോളിംഗ് ബൂത്തിൽ നിന്ന് അവസാനത്തെ വോട്ടർ മടങ്ങുന്നതുവരെ തെരഞ്ഞെടുപ്പിലെ സുപ്രധാനവും സൂക്ഷ്മവുമായ കണക്കുകൾ പൊതുസമൂഹത്തിനു മുന്നിൽ എത്തിച്ച കർമ്മനിരതരാണ് ഈ വിഭാഗം. തെരഞ്ഞെടുപ്പിലെ സൂക്ഷ്മമായ വോട്ട് കണക്കുകൾ എൻകോർപോൾ മാനേജർ സോഫ്റ്റ്വെയറുകളിലൂടെ മണിക്കൂറുകൾ ഇടവിട്ട് പുറത്തുവിട്ടത് സൂപ്പർവൈസർ ഷൈനിയുടെ
നേതൃത്വത്തിലാണ്. ഞങ്ങളിവിടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള കാതലായിട്ടുള്ള ഒരു പണിയാണ് ഇവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോൾ മാനേജർ ആൻഡ് എൻകോർ എന്ന് പറയുന്ന രണ്ട് ആപ്ലിക്കേഷനിൽ നമ്മൾ പോൾ മാനേജർ ആപ്പിൽ എന്തെല്ലാം നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു എന്നത് ഓരോ ബൂത്തിലേക്ക് പോകുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി കൊടുക്കുകയും ആ പോൾ മാനേജർ ആപ്പ് ഓരോ ബൂത്തിലും അവർ ഓരോ PROമാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ഓരോ ബൂത്തിൽ നിന്നും എത്ര മെന്ന്, എത്ര വുമൺ, എത്ര ട്രാൻസ്ജെൻഡർ, എത്രയും ആൾക്കാർ വോട്ട് ചെയ്ത വിവരങ്ങൾ നമുക്ക് ഓരോ മണിക്കൂർ ഇടപെട്ട് ഈ വിവരങ്ങൾ തരും. ഈ വിവരങ്ങളെല്ലാം നമ്മൾ ക്രോഡീകരിച്ച് ഈ 180 ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഒരുമിച്ച് ചേർത്ത് അറ്റ് എ ടൈം മണിക്കൂറുകൾ ഇടപെട്ട് നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജായിട്ട് എൻകോർ എന്ന ആപ്പിലേക്ക് നമ്മൾ COAക്ക് ഇലക്ഷനിലേക്ക് നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത്. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാനക്കൂട്ടം ക്വാർട്ടേഴ്സ് തകർത്തു. പ്ലാന്റേഷൻ കല്ലാല ഡിവിഷനിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ആക്രമണ സമയത്ത് ക്വാർട്ടേഴ്സിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. ആളുകൾ താമസമില്ലെങ്കിലും ഭക്ഷണം കഴിക്കുവാനും വസ്ത്രം മാറാനും വിശ്രമിക്കാനും ഉപയോഗിക്കുന്ന ക്വാർട്ടേഴ്സുകളാണ് കാട്ടാനകൾ ആക്രമിച്ചത്. ആക്രമണ സമയത്ത് ക്വാർട്ടേഴ്സിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. രാവിലെ പ്രദേശവാസികൾ വന്നു നോക്കിയപ്പോഴാണ് ക്വാർട്ടേഴ്സ് തകർത്ത വിവരമറിയുന്നത്. പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം ക്വാർട്ടേഴ്സ് ആക്രമിക്കുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞയാഴ്ച അതിരപ്പള്ളി വെറ്റിലപ്പാറ പെട്രോൾ പമ്പിന് സമീപം കോഴിക്കോട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ കാട്ടാന ആക്രമിച്ചിരുന്നു. കാറിൻ്റെ മുൻഭാഗം തകർത്ത കാട്ടാനയെ കാറിലുണ്ടായിരുന്നവർ നിർത്താതെ ഹോൺ മുഴക്കിയാണ് ഓടിച്ചുവിട്ടത്. നേരത്തെ അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ മേഖലയിലെ എണ്ണപ്പനത്തോട്ടത്തിനകത്ത് പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ മുകളിലേക്ക് കാട്ടാന എണ്ണപ്പന മറിച്ചിട്ടിരുന്നു. ആക്രമണത്തിൽ അംഗൻവാടിയുടെ മേൽക്കൂരയും ഭിത്തിയും തകർന്നു. പ്രവൃത്തി സമയമല്ലാത്തതിനാലാണ് അന്നും ആളപായം ഒഴിവായത്. മേഖലയിലെ വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ അധികൃതർ കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സാധാരണക്കാരിയായ സ്ത്രീയെ മുൻനിർത്തി നടത്തിയ പൊന്നാനിയിലെ വ്യാജ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ചാനൽ പ്രതിനിധി ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യണമെന്നും വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ശോഭ സുരേന്ദ്രൻ. EP ജയരാജൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ കരാറിൽ എത്തിയിട്ടുണ്ടോ എന്ന് DC ബുക്സ് വ്യക്തമാക്കണമെന്നും ശോഭ സുരേന്ദ്രൻ പാലക്കാട്ട് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് പുസ്തകത്തിന്റെ പ്രകാശനം വൈകിപ്പിച്ചത് എന്നറിയാൻ കേരളത്തിന് താൽപ്പര്യമുണ്ട്. EP-യെ വിശ്വാസമുണ്ടെന്ന് പറയുന്ന CPM സെക്രട്ടറി DC ബുക്സിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. തന്നെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന EP ജയരാജന്റെ വിശ്വാസ്യത കേരളത്തിനറിയാം. തനിക്ക് EP-യുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. തനിക്കെതിരെ കോടതിയിൽ പോകുമെന്ന് പറയുന്ന EP തങ്ങൾ രണ്ടുപേരുടെയും കൂടിക്കാഴ്ചകൾ നടന്ന സമയത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയുമെന്ന് മറക്കരുത്. ഇത് തൻ്റെ ആത്മകഥയല്ല എന്ന് EP തന്നെ പറയുമ്പോൾ അതിൽ തനിക്ക് ഉത്കണ്ഠപ്പെടാൻ ഒന്നുമില്ല. യഥാർത്ഥ ആത്മകഥ ഇറങ്ങുമ്പോൾ പ്രതികരിക്കാം. EP ജയരാജൻ്റെ പുസ്തകത്തിലെ തന്നെക്കുറിച്ചുള്ള പരാമർശങ്ങളെക്കുറിച്ച് ശോഭ പറഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി K മുരളീധരന് സമനില തെറ്റിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ അദ്ദേഹം പറഞ്ഞ പ്രവചനം തെറ്റി. അതോടെ നിലതെറ്റിയ അവസ്ഥയിലാണ് K മുരളീധരൻ. പാലക്കാട്ട് BJP 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന K മുരളീധരന്റെ പ്രസ്താവന ബാലിശമാണ്. പാലക്കാട് BJP ജയിക്കും. സന്ദീപ് വാര്യർ വിഷയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ വിഷയത്തിൽ പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. കോടതി മുൻപാകെ ഇത് വെള്ളരിക്ക പട്ടണമല്ലല്ലോ. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുള്ള ഫോണും ശ്രീമാൻ EP ജയരാജൻ്റെ കയ്യിലുള്ള ഫോണുമൊക്കെ ഒരേ സ്ഥലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ? അത് എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ വ്യത്യാസത്തിലാണ് ഈ രണ്ട് ഫോണുകളും ഇരുന്നിട്ടുള്ളത് എന്നൊക്കെ പരിശോധിക്കാനെല്ലാം തന്നെ സാധിക്കുന്ന സംവിധാനങ്ങളൊക്കെ കേരളത്തിലുണ്ട്. മാത്രവുമല്ല, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം ചർച്ച ചെയ്തതിനു ശേഷം ശ്രീമാൻ EP-യെ കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കെന്തായാലും ശ്രീമാൻ EP-യുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. മാത്രവുമല്ല, EP തന്നെ പറയുകയാണ് ഇതെൻ്റെ ആത്മകഥയല്ല. അപ്പോൾ അങ്ങനെ EP നിഷേധിക്കുന്ന, എന്നാൽ DC ബുക്സും നിഷേധിക്കാത്ത ഒരാത്മകഥയിൽ വന്ന എന്നെക്കുറിച്ചുള്ള ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അത് നമുക്ക് ആത്മകഥ പുറത്തിറങ്ങിയതിന് ശേഷം അതിനോടുള്ള കമൻസ് ഞാൻ പറയാം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ മതിലകത്ത് യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 3 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി ഹസീബ്,
പെരിഞ്ഞനം പള്ളിവളവ് സ്വദേശി പ്രിൻസ്, കണ്ടശം കടവ് കാരമുക്ക് സ്വദേശി ബിനു എന്നിവരാണ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികളെ പോലീസ് സാഹസികമായി പിടികൂടിയത്. ഒക്ടോബർ 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തൃശൂർ പൂങ്കുന്നം സ്വദേശിയായ യുവാവിനെയും ഇയാളുടെ സുഹൃത്തിനെയുമാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ഓൺലൈൻ ആപ്പിലൂടെ യുവതിയുടെ പേരിൽ വ്യാജ ID ഉണ്ടാക്കി ചാറ്റ് ചെയ്താണ് സംഘം യുവാക്കളെ മതിലകത്തേക്ക് വിളിച്ചുവരുത്തി തട്ടിക്കൊണ്ടുപോയത്. ഭീഷണിപ്പെടുത്തി കൂരിക്കുഴി ഭാഗത്തേക്ക് കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണവും ഫോണും തട്ടിയെടുത്ത് ഇവരെ ഇറക്കിവിടുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം സംഭവത്തിലെ 2 പേർ സംഭവം നടന്ന ഉടൻ തന്നെ പിടിയിലായി. രക്ഷപ്പെട്ട 3 പേർ കൊടൈക്കനാൽ, ഗോവ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു. അറസ്റ്റിലായ ഹസീബിന് മതിലകം, കയ്പമംഗലം, വലപ്പാട്, കാളിയാർ എന്നീ സ്റ്റേഷനുകളിലായി 15ഓളം കേസുകൾ നിലവിലുണ്ട്. പ്രിൻസിന് കാട്ടൂർ, പുത്തൂർ, കുരിശ് എന്നിവിടങ്ങളിലായി 2ഉം ബിനുവിന് വാടാനപ്പള്ളി, വലപ്പാട് സ്റ്റേഷനുകളിലായി 3ഉം കേസുകളുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SIമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ASI പ്രജീഷ്, CPOമാരായ ഷിഹാബ്, ആന്റണി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വഖഫ് മദ്രസ വിരുദ്ധ നീക്കത്തിനെതിരെ SMF, SK, MMA നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പാലക്കാട് ജില്ലാ പ്രതിഷേധ ധർണ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ നിലവിലുള്ള സംവിധാനങ്ങൾ ഏറെക്കുറെ നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ്. അതിന് നിരക്കാത്ത, ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ വഖഫിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തും വിധത്തിലുള്ള ചില പുതിയ നിയമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കാനുള്ള ഒരു സാഹചര്യം അത് ഇടയ്ക്കിടയ്ക്ക് ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പൗരത്വ ബില്ല്, അതുപോലെ തന്നെ ഈ വഖഫ് സംബന്ധമായ പുതിയ നിയമം ഇടയ്ക്കിടയ്ക്കിനെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഉഷാർ തരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പുതിയ നിയമങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് വലിയ പ്രതിസന്ധിയിലാവും. AU ചേക്കു ഹാജി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. മരക്കാർ മാരായമംഗലം മുഖ്യാതിഥിയായിരുന്നു. അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ വിഷയം അവതരിപ്പിച്ചു. അബ്ദുൽ ഖാദർ ദാരിമി, യൂസഫ് സാഹിബ്, MT സൈനുൽ ആബിദീൻ, ഖാജ ദാരിമി, ഉബൈദ് തങ്ങൾ ലക്കടി, VAC കുട്ടിഹാജി, റഹീം ഷാ നെന്മാറ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹമീദ് ഹാജി കരിമ്പ, അഷ്റഫ് ഹാജി, സുലൈമാൻ ഹാജി ആലയൂർ, അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ കാളമ്പാറ, TP അബൂബക്കർ മുസ്ലിയാർ, മുഹമ്മദ് ഉണ്ണി മാസ്റ്റർ തണ്ണീർക്കോട്, റഫീഖ് ഒറ്റപ്പാലം, യൂസഫ് ഹാജി കാരക്കാട്, A സയ്യിദ് പുതുശ്ശേരി, അബ്ദുൽ റഹ്മാൻ മരുദൂർ, അഷ്റഫ് ഒറ്റപ്പാലം, റഹ്മാൻ പട്ടാമ്പി, ഖാജ ഉലൂമി പട്ടാമ്പി, ഷാഫി മാസ്റ്റർ, സയ്യിദാലി മാസ്റ്റർ തിരുവേഗപ്പുറ, അലി മൗലവി നാട്ടുകല്ല്, ഹംസ ഫൈസി, സമദ് കൈപ്പുറം, വൈദ്യൻ മുഹമ്മദ് മണ്ണാർക്കാട്, ഹംസ സാഹിബ് അനങ്ങനടി, യൂസഫ് ഹാജി അയ്യങ്കുളം, ജബ്ബാർ മങ്കര, നിഷാദ്, ഹംസ ലത്തീഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. പക്ഷേ നാം പറയുന്ന ആശയങ്ങളിൽ ഓരോന്നിലും ഇതിൻ്റെ ശക്തിയും നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ ബലവുമുണ്ട് എന്നത് നാം ഓരോരുത്തരും ഉൾക്കൊള്ളുകയും ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അധികാരികൾ ഇക്കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെയും കാരുണ്യത്തോടെയും കാണുകയും ചെയ്യണം എന്നതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. കാലങ്ങളായി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, വിശിഷ്യ മുസ്ലിങ്ങൾ, ചില കേന്ദ്രങ്ങളിൽ നിന്ന് പടച്ചുവിടുന്ന പെരും നുണകൾക്ക് താഴെയാണ് ഈ രാജ്യത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ല് പാസായാൽ വാക്കാൽ വഖഫ് അംഗീകരിക്കില്ലെന്നും ഇത് ശരീഅത്തിനെതിരാണെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. ഇസ്ലാമിൽ വാക്കാണ് വഖഫിന്റെ നിബന്ധന. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കരുവന്നൂരിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ഓവർടേക്കിംഗ് ഡിവൈഡറുകൾ സ്ഥാപിച്ച ശേഷവും തുടരുന്നുവെന്നാരോപിച്ച് ജനകീയ പ്രതിരോധ സമിതിയുടെ പ്രതിഷേധം. ആഴ്ചകൾക്ക് മുമ്പ് അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് കാറിൽ ഇടിച്ച് ചെറിയ പാലത്തിൽ വെച്ച് കാർ ഡ്രൈവർ മരണപ്പെട്ടിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഒരുപാട് ആൾക്കാർ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.
അപകടത്തെ തുടർന്ന് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗതയ്ക്കെതിരെ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിച്ച് നാട്ടുകാർ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് പോലീസ് ഏറെ വീതിയുള്ള പാലത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച് ഓവർടേക്കിംഗ് ഒഴിവാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇത്തരത്തിൽ സ്വകാര്യ ബസ് ഡിവൈഡറിന് മറുവശത്തുകൂടെ ഓവർടേക്കിംഗ് നടത്തിയിരുന്നു. ഇത് സമീപത്തെ CCTVയിലും പതിഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചെറിയപാലം പരിസരത്ത് വീണ്ടും പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബസ്സുകളെ തടഞ്ഞു നിർത്തി വിഷയത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തി മുന്നറിയിപ്പ് നൽകിയാണ് നാട്ടുകാർ വിട്ടയച്ചത്. പ്രതിഷേധ സമരം നടക്കുന്നതറിഞ്ഞ് നിയമം തെറ്റിച്ച് സർവീസ് നടത്തിയ സ്വകാര്യ ബസ് രാവിലെ സർവീസ് നടത്തിയില്ല. നിയമം തെറ്റിച്ച് അമിതവേഗത തുടരുകയാണെങ്കിൽ നിയമം കയ്യിലെടുക്കുന്ന സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് ജനകീയ പ്രതിരോധ സമിതി നേതാക്കൾ അറിയിച്ചു. നിയമം തെറ്റിച്ച ബസ്സിനെതിരെ കർശന നടപടി സ്വീകരിക്കാമെന്ന് സ്ഥലത്തെത്തിയ ചേർപ്പ് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിച്ചത്. അതിദാരുണമായ ഒരു അപകടം നടന്നിട്ട് ആഴ്ചകളായിട്ടുള്ളൂ ഇവിടെ. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഉണ്ടാക്കിയ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഡ് വെക്കലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ബസ്സുകാർ ഇതിനെ ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡ് കയറി ജനങ്ങളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനെതിരായിട്ടുള്ള നാട്ടുകാരുടെ ഒരു പ്രതിഷേധം അറിയിക്കുന്ന രീതിയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാശി ഉൽപ്പാദിയായ കൽപ്പാത്തി രഥോത്സവ നിറവിൽ. രണ്ടാം തേരുത്സവ ദിനത്തിലും ആയിരങ്ങളാണ് കൽപ്പാത്തിയിലെത്തിയത്. വെള്ളിയാഴ്ചയാണ് ദേവരഥ സംഗമം. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗവും ആളുകൾ തടിച്ചുകൂടുന്ന അഗ്രഹാര വീഥികളിൽ ഒരു പരിധിവരെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഭക്തിയുടെ നിറവിലാണ് അഗ്രഹാര വീഥികൾ. രഥാരോഹണത്തിന് ശേഷം വിശ്വനാഥസ്വാമി, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ 3 രഥങ്ങളിലേക്ക് കയറ്റി ഗ്രാമവീഥികളിലൂടെ പ്രദക്ഷിണം ആരംഭിച്ചു. ആയിരക്കണക്കിന് ഭക്തരാണ് തേരുവലിക്കാൻ എത്തിയത്. ഭഗവാനെ ഭക്തർ തന്നെ അഗ്രഹാരങ്ങൾ ചുറ്റിക്കാണിക്കുന്നതാണ് രഥപ്രയാണം. രണ്ടാം തേരുത്സവ ദിനത്തിലും രഥപ്രയാണം തുടരുകയാണ്. 15-ന് 3-ാം തേരുത്സവം നടക്കും. അന്നേ ദിവസം വൈകുന്നേരമാണ് ദേവരഥ സംഗമം. 10 ദിവസത്തെ ഉത്സവത്തിന് 16-ന് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡി തളിക്കുളം സ്വദേശി പാച്ചു എന്നറിയപ്പെടുന്ന വലിയകത്ത് വീട്ടിൽ ഫാസിലിനെയാണ് തടങ്കലിലാക്കിയത്. 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 6ഓളം കേസുകളിൽ പ്രതിയാണ് ഫാസിൽ. KSRTC ബസ്സിൽ വെച്ച് സഹയാത്രികനെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് 6 മാസത്തേക്ക് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ VS ബിനു, ASI സ്നേഹമോൾ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജ്യോതിഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം വടുതല വട്ടമ്പാടത്ത് വീടിനു മുന്നിൽ നിർത്തിയിട്ട ബൈക്ക് കത്തിച്ചു. വട്ടമ്പാടം സ്വദേശി ഭീരാവുവിൻ്റെ വീടിന് മുൻവശത്ത് നിർത്തിയിട്ട ബൈക്കാണ് കത്തിച്ചത്. വണ്ടി കത്തിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇക്കഴിഞ്ഞ 9-ാം തീയതി രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. ഉറക്കത്തിനിടെ ജനലിലൂടെ വെളിച്ചം കണ്ടതോടെ വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് വാഹനം കത്തുന്നത് കണ്ടത്. തുടർന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തി. ആദ്യം ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതിയിരുന്നെങ്കിലും സംശയം തോന്നി CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് അജ്ഞാതനായ വ്യക്തി വീടിന്റെ മതിൽ ചാടിക്കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വീട്ടുടമയ്ക്ക് ലഭിച്ചത്. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കൊപ്പം മേഖലാ സമ്മേളനം കുളപ്പുള്ളി കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്നു. അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് P. കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെയാണ് ഈ സംഘടന സംഘടിച്ചാലേ പുതിയൊരു ശക്തി ഉണ്ടാവുള്ളൂ. കേരളത്തിലെ 2ാമത്തെ സ്വതന്ത്ര സംഘടനയാണ് CWS എന്ന് നമ്മൾ പറയുന്നുണ്ട്. 1ാമത്തവനാരാന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കുറേ വേദികളിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത വ്യക്തിത്വങ്ങളാണ് നമ്മളെല്ലാവരും. അവരെ കണ്ടിട്ടെങ്കിലും നമ്മൾ പഠിക്കണം. അത് പഠിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടമത്സരങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. ഇടമത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും വയസ്സ് കൂടിയ ആൾക്കാരാകൊണ്ട് ഞാൻ വിശദീകരിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. സാമ്പത്തികത്തിൽ ഇടമത്സരങ്ങൾ കൊണ്ടുവരല്ലേ, തൊഴിലിൽ കൊണ്ടുവരൂ.
സമ്മേളനത്തിൽ കൊപ്പം മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ബിജു ചാർലി സംഘടനാ വിശദീകരണവും സംസ്ഥാന ട്രസ്റ്റി ബോർഡ് അംഗം ഹരികുമാർ ക്ഷേമനിധി വിശദീകരണവും നടത്തി. കൊപ്പം മേഖലാ സെക്രട്ടറി സുബ്രഹ്മണ്യൻ റിപ്പോർട്ടും ട്രഷറർ മുഹമ്മദ് മുസ്തഫ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. CWSA സംസ്ഥാന ട്രഷറർ KK രാജേഷ്, ജോയിന്റ് സെക്രട്ടറി KH തരിയക്കുട്ടി, മേഖലാ സെക്രട്ടറി മുഹമ്മദ് ബഷീർ, ജില്ലാ ട്രഷറർ രാജാമണി, അശോകൻ, ഗോപകുമാർ, സതീശൻ, ജയൻ, ഗോപാലൻ, അനീഷ്, പ്രഹ്ലാദൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുഴൽമന്ദം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉഷ മാന്നാട്ട് നിർവഹിച്ചു. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ M കൃഷ്ണകുമാർ അധ്യക്ഷനായി. സ്റ്റാർ സിംഗർ ഫെയിം PB അഞ്ജു മുഖ്യാതിഥിയായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K വിക്ടർ ഡേവിഡ് ആമുഖ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ സംസ്ഥാന കായികമേളയിൽ മികവ് തെളിയിച്ച CA ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു. സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ 100 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മിഫ്ര, വെള്ളി മെഡൽ നേടിയ ആൽബിൻ, 2024-25 ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ കായികമേളയിൽ ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ റിലേയിൽ വെള്ളി മെഡൽ നേടിയ സെനിൽ ബെയ്സ്, സിൽവർ നേടിയ ജ്യോതിക, സബ് ജൂനിയർ കബഡി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഹൃദയ എന്നിവരെയാണ് അനുമോദിച്ചത്. അധ്യാപക സംഘടനാ പ്രതിനിധികളായ V ഷാജു, EB ബിജിൻ, പ്രിൻസിപ്പൽ ഫോറം പ്രതിനിധി അനിത, HM ഫോറം കൺവീനർ V കൃഷ്ണനന്ദൻ, പോലീസ് സ്റ്റേഷൻ SHO മനോജ് K ഗോപി, BRC ട്രെയിനർ ഡോക്ടർ S ജെഷി, UJBS സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീലത, SMC വൈസ് ചെയർമാൻ KK ജയകൃഷ്ണൻ, L തോമസ്, മണികണ്ഠൻ, ചന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി S അശ്വതി, സ്കൂൾ ചെയർപേഴ്സൺ M ആര്യ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ ജോയിന്റ് കൺവീനർ സുനന്ദ S നായർ സ്വാഗതവും അമൽരാജ് മോഹൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. 4 ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിന് വലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആതിഥേയത്വം വഹിക്കുന്നത്. സമാപന ദിനത്തിൽ 10 വേദികളിലാണ് വിവിധ കലാമത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ഉപജില്ലയിലെ 77 വിദ്യാലയങ്ങളിൽ നിന്നായി 5000-ലധികം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. മണ്ണൂർ കൈമകുന്നത്തുകാവിൽ ഡിസംബർ 15 മുതൽ 22 വരെ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന് മുന്നോടിയായി പന്തൽ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്ര മേൽശാന്തി കാൽനാട്ടിൽ കർമ്മം നിർവഹിച്ചു. 100 കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലായിരുന്നു കാൽനാട്ടിൽ ചടങ്ങ് നടന്നത്. മാനേജിംഗ് ട്രസ്റ്റി K രവീന്ദ്രനുണ്ടി, എക്സിക്യൂട്ടീവ് ഓഫീസർ K മനോജ് കുമാർ, മാനേജർ PK സുരേഷ്, സപ്താഹ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് A ബാലസുബ്രഹ്മണ്യൻ, കൺവീനർ ചക്രാട്ട് രാജൻ, ജോയിന്റ് ട്രഷറർ C അരവിന്ദാക്ഷൻ തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. 2ാം തവണയാണ് ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുന്നത്. ആചാര്യൻ ഭാഗവതരത്നം മണിവർണ്ണൻ നമ്പൂതിരി, കോഴിക്കോട്, പുല്ലൂർമന എന്നാണ് ആളുടെ മനയുടെ പേര്. അദ്ദേഹമാണ് ഇപ്രാവശ്യത്തെ ഭാഗവതാചാര്യൻ, യജ്ഞാചാര്യൻ. ആ സപ്താഹത്തിൻ്റെ, ഈ വർഷത്തെ സപ്താഹത്തിൻ്റെ ഭാഗമായി ഇപ്രാവശ്യം നടക്കാനിരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള പന്തൽ കാലുനാട്ടി കർമ്മമാണ് ഇപ്പോൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. വിവാദങ്ങൾക്കിടെ LDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി EP ജയരാജൻ പാലക്കാട്ട്. ഷൊർണൂരിൽ ഇറങ്ങിയ ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. പാലക്കാട്ട് വെച്ച് പ്രതികരിക്കാമെന്ന് മറുപടി. പൊന്നാനി വ്യാജ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ചാനൽ പ്രതിനിധി ഉൾപ്പെടെ മുഴുവൻ പേരെയും ചോദ്യം ചെയ്യണമെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ശോഭാ സുരേന്ദ്രൻ. EP ജയരാജന്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ കരാറിലെത്തിയിട്ടുണ്ടോ എന്ന് DC ബുക്സ് വ്യക്തമാക്കണം. തൃശൂരിലെ കനത്ത പരാജയത്തിന് ശേഷം K മുരളീധരൻ സമനില തെറ്റിയ രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ. വഖഫ് മദ്രസ വിരുദ്ധ നീക്കം ആരോപിച്ച് ഒറ്റപ്പാലത്ത് SMF SKMMA പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പാലക്കാട് ജില്ലാ പ്രതിഷേധ ധർണ.
വഖഫ് ഭേദഗതി ബിൽ പാസായാൽ വാക്കാൽ വഖഫ് അംഗീകരിക്കില്ലെന്നും രേഖകളില്ലാത്ത എല്ലാ വഖഫ് സ്വത്തും ഉപയോഗം അംഗീകരിക്കാതെ സർക്കാർ ഭൂമിയാകുമെന്നും നേതാക്കൾ. ഭക്തിയുടെ നിറവിൽ അഗ്രഹാര വീഥികൾ. കാശിയിൽ പാതിയായ കൽപ്പാത്തിയിൽ ദേവരഥ പ്രയാണം തുടരുന്നു. രണ്ടാം തേരുത്സവ ദിനത്തിലും ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യം. ദേവരഥ സംഗമം നാളെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.